ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? എങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത്? അതായത് ഭരണഘടന നിലവിൽ വന്നത്. അതുപോലെ തന്നെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് കടമകൾ എന്തൊക്കെയാണ്? മൗലിക കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് അഥവാ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ എന്താണ്? അത്തരത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഫാക്ട്സുമാണ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻട്രൊഡക്ഷനാണ്. മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു, അത് ഡെവലപ്പ് ചെയ്ത് വന്നു, അത് പെട്ടെന്നുണ്ടായി വന്നതല്ല കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒരുപാട് നാൾവഴികളിലൂടെ സഞ്ചരിച്ചാണ് 1950 ജനുവരി 26 നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്, അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വന്നത്. അപ്പോൾ ആ ഭരണഘടന നിലവിൽ വരുന്ന ഒരുപാട് നാൾവഴികളുണ്ട് അല്ലേ? ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് വരെ ഒരുപാട് നാൾവഴികളുണ്ട്. അപ്പോൾ ആ വഴികൾ നമ്മളൊരു സ്റ്റോറി ലൈൻ പോലെ നമ്മളിങ്ങനെ പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഭരണഘടന, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും അതുപോലെ തന്നെ തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ഒരു ആധികാരികമായിട്ടുള്ള ഒരു പ്രമാണമാണ് ആക്ച്വലി ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യുവർ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ആ പദം ഉത്ഭവിക്കുന്നത്. കോൺസ്റ്റിറ്റ്യുവർ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വാക്ക് വരുന്നത്. ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ഭരണഘടന അഥവാ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്ത് വന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 1929 അപ്പോൾ 1929 ലാഹോറിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നടന്നു. അതായത് നമ്മൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് രവി നദിക്കരയിലാണ് ഈ പറയുന്ന ലാഹോർ സമ്മേളനം നടന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ 1929 ലാഹോറിൽ വെച്ച് നെഹ്റു അധ്യക്ഷനായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നു. അപ്പോൾ ആ ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിനാണ് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഈ പറയുന്ന ഒരു സമ്മേളനത്തിലാണ്. അതായത് ഇന്ത്യക്കൊരു സ്വാതന്ത്ര്യം വേണം എന്നതിലേക്കുള്ള നയിക്കുന്ന ഒരു ആശയമാണ് പൂർണ്ണ സ്വരാജ് പറഞ്ഞു തരുന്നത്. അപ്പോൾ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ മുന്നോട്ട് വെക്കുന്നത് നെഹ്റു അധ്യക്ഷനായിട്ടുള്ള 1929 ലാഹോർ സമ്മേളനത്തിലാണ്. പിന്നീട് 1934 വന്നു. 34 എം.എൻ. റോയി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തി. എം.എൻ. റോയിയുടെ പ്രസ്താവന ഇങ്ങനെയാണ്: ഇന്ത്യക്ക് ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യത്തെക്കാൾ അത്യാവശ്യം ഒരു ഭരണഘടന ആണ്, അല്ലെങ്കിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭയാണ് എന്നുള്ളൊരു ആശയം മുൻപോട്ട് വെച്ചത് എം.എൻ. റോയിയാണ്. അത് 1934 ഇന്ത്യൻ പാട്രിയറ്റ് എന്ന തൻ്റെ പുസ്തകത്തിലൂടെയാണ് എം.എൻ. റോയി ഈ ഒരു പ്രസ്താവന നടത്തിയത്. അതായത് ഈ പറയുന്ന 1934 എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അതായത് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമാകണം എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പോരാട്ടങ്ങൾ ഇന്ത്യയിൽ നടക്കുന്ന സമയമാണ്. അപ്പോൾ അത്യാവശ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തെക്കാൾ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ ആണ് എന്നുള്ള ഒരു ആശയമാണ് എം.എൻ. റോയി ആ സമയത്ത് മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിന്റെ ഒരു പത്രമായിട്ടുള്ള ഇന്ത്യൻ പാട്രിയറ്റ് എന്ന് പറയുന്ന തന്റെ പത്രത്തിലൂടെയാണ് ഈ പറയുന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പിന്നീട് 1935 അപ്പോൾ 1935 ഒരു ബോംബെ സമ്മേളനം നടന്നു. അപ്പോൾ ബോംബെ സമ്മേളനം എന്ന് പറയുമ്പോൾ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ടുള്ള ഒരു ബോംബെ സമ്മേളനം 1935 നടന്നു. അപ്പോൾ ആ ഒരു സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചർച്ചകൾ ആരംഭിക്കുന്നത്. അതായത് ഭരണഘടനാ നിയമനിർമ്മാണ സഭ വേണം എന്ന് പറയുന്ന ചർച്ചകൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചർച്ചകളും സമ്മേളനങ്ങളും ആരംഭിക്കുന്നത് ഈ പറയുന്ന ബോംബെ സമ്മേളനത്തിലാണ്. അത് 1935 ഈ ബോംബെ സമ്മേളനം നടന്നത്. ഇനി 1936 തൊട്ടടുത്ത വർഷം ഒരു ലക്നൌവിൽ ഒരു സമ്മേളനം നടന്നു. 1935 തൊട്ടടുത്ത വർഷം ഒരു ലക്നൗ സമ്മേളനം നടന്നു. അപ്പോൾ ആ ലക്നൗ സമ്മേളനത്തിൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ് ലക്നൌവിൽ നടന്ന സമ്മേളനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആശയം കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ എവിഡന്റ് ആയിട്ട് പറഞ്ഞത് ഈ പറയുന്ന 1936 നെഹ്റു അധ്യക്ഷനായിട്ടുള്ള ലക്നൗ സമ്മേളനത്തിലാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു വാക്കോടുകൂടി അത് എന്ത് ചെയ്തത്, മുന്നോട്ട് വച്ചത്. ഇനി അത് കഴിഞ്ഞ് 1940 വരികയാണ്. ആ ഒരു സമയം ഇമ്പോർട്ടൻ്റ് ആണ്. 1940 ഒക്ടോബർ 8. അപ്പോൾ 1940 ഒക്ടോബർ 8 വിളിക്കുന്നത് ഓഗസ്റ്റ് ഓഫർ എന്നാണ് വിളിക്കുന്നത്. കൺഫ്യൂഷൻ വരരുത്. ഒക്ടോബർ മാസമാണെങ്കിലും ആ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിന് വിളിക്കുന്ന പേരാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് വിളിക്കുന്നത്. 1940 ഒക്ടോബർ 8 ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്ന ഒരു രീതി നടന്നത്. അപ്പോൾ ഈ ഓഗസ്റ്റ് ഓഫറിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാരും ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ വേണം എന്ന് ബ്രിട്ടീഷുകാരും കൂടി ആഗ്രഹിച്ച ഒരു സമ്മേളനമായിരുന്നു ഈ പറയുന്ന 1940 ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഓഗസ്റ്റ് ഓഫർ നടപ്പിലാക്കുന്ന സമയത്ത് അത് വേണം എന്നാവശ്യപ്പെട്ടത് ബ്രിട്ടീഷുകാരനായിട്ടുള്ള ലിറ്റ് ലിൻഹോ പ്രഭുവാണ്. അപ്പോൾ ലിറ്റ് ലിൻഹോ പ്രഭുവാണ് ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഇദ്ദേഹമാണ് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന് ആവശ്യപ്പെട്ട ഇംഗ്ലീഷുകാരൻ എന്ന് പറയുന്നത്. അന്നത്തെ സമയത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റ് എന്ന് പറയുന്നത് വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. പക്ഷേ ഓഗസ്റ്റ് ഓഫർ അത്ര കണ്ട് എന്താണ് സക്സസ്ഫുൾ ഒന്നും ആയില്ല. പിന്നീട് അത് കഴിഞ്ഞ് 1942 വരികയാണ്. അപ്പോൾ 1942 മാർച്ച് 22, പറയാൻ എളുപ്പമുണ്ട്, 1942 മാർച്ച് 22. അപ്പോൾ ഈ പറയുന്ന 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ നടന്നു. അപ്പോൾ ഈ ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നതും ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് വന്നൊരു മിഷനാണ് ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. അത് സ്റ്റഫോൾഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിലാണ് ക്രിപ്സ് മിഷൻ വന്നത്. ആ ക്രിപ്സ് മിഷനും ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന ആവശ്യത്തിൽ മേൽ പഠനങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി വന്നതാണ്. അന്നത്തെ സമയത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റ് എന്ന് പറയുന്നത് വിൻസ്റ്റൺ ചർച്ചിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഈ പറയുന്ന ക്രിപ്സ് മിഷനും ഈ പറയുന്ന ഓഗസ്റ്റ് ഓഫറും ഒക്കെ പരാജയമായിരുന്നു. പിന്നീട് 1945 വന്നു. അപ്പോൾ 1945 ഒരു വേവൽ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തു. ഒരു ഇടക്കാല പ്ലാനാണ്. അതായത് ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന ഒരു പ്ലാനാണ് വേവൽ പ്ലാൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക എന്നുള്ള ഒരു ആവശ്യത്തോടു കൂടി വന്ന പ്ലാനാണ് ഈ പറയുന്ന വേവൽ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ വേവൽ പ്ലാനും അത്ര കണ്ട് എന്തായിരുന്നില്ല, സക്സസ്ഫുൾ ആയിരുന്നില്ല. പിന്നീട് 1946 മാർച്ച് 24, അപ്പോൾ 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുമ്പോൾ 3 അംഗ സംഘങ്ങളാണ് ഈ ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. 3 പേരാണ് ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് അയച്ച 3 പേരാണ്. അതായത് ബ്രിട്ടീഷ് പ്രതിനിധികളായിട്ടുള്ള 3 പേർ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്നുള്ള ആവശ്യത്തിന്മേൽ പഠനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്ന ഒരു മിഷനാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത്. 3 അംഗ പ്രതിനിധികളാണ് പെത്തിക് ലോറൻസ്, സ്റ്റഫോൾഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. ഈ 3 പേരാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. പെത്തിക് ലോറൻസ്, സ്റ്റഫോൾഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. അപ്പോൾ ഈ 3 അംഗ സംഘങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നു, പഠനങ്ങൾ നടത്തുന്നു. അന്നത്തെ സമയത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ക്ലെമന്റ് ആറ്റ്ലി ആണ്. അതായത് വിൻസ്റ്റൺ ചർച്ചിൽ മാറുന്നു, ക്ലെമന്റ് ആറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയിട്ട് വരുന്നു. അപ്പോൾ ഈ പറയുന്ന 1946 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശമാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമാകുന്നതിന് കാരണമായിട്ടുള്ള ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത്. ബാക്കി മുന്നേ പറഞ്ഞ ദൗത്യങ്ങളൊക്കെ തന്നെ പരാജയമായിരുന്നുവെങ്കിലും, അല്ലെങ്കിൽ പരാജയം എന്ന് പൂർണ്ണമായും പറയത്തില്ല, ഇതിലേക്കുള്ള ഒരു വരവാണ് എങ്കിലും അത് പരാജയമായിരുന്നുവെങ്കിലും ക്യാബിനറ്റ് മിഷൻ എന്തായിരുന്നു, സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ക്യാബിനറ്റ് മിഷന്റെ രൂപീകരണത്തിന് ശേഷമാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ വേണം എന്നുള്ളൊരു ദൗത്യത്തിലേക്ക് പിന്നീട് ചുവടുവെക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പം ആദ്യത്തെ ഒരു ദൗത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രതിനിധികളുടെ ഭാഗത്ത് നിന്നുള്ള ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നതായിരുന്നു ഈ പറയുന്ന ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഭരണഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിലെ അംഗങ്ങളെ ഏകോപിപ്പിക്കുകയും അവരെ അവർക്കൊരു ഉറപ്പ് വരുത്തുകയും ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു അഷ്വറൻസ്, അതുപോലെ തന്നെ ഒരു കോർഡിനേഷൻ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മുടെ ഭരണഘടന ഇന്ത്യയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഭരണഘടനയുടെ ചുമതലകളുണ്ട്. അപ്പോൾ ഭരണഘടനയുടെ ചുമതലകൾ എന്ന് പറയുമ്പോൾ ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് ഭരണഘടനയ്ക്ക് സാധിക്കും. അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഭരണഘടനയുടെ ചുമതലകൾ ഉൾപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിലെ അംഗങ്ങളെ എന്ത് ചെയ്യുക, ഒരുമിച്ച് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരെ ഏകോപിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുവരിക, അവർക്കൊരു അഷ്വറൻസ് കൊടുക്കുക, അവർക്കൊരു ഉറപ്പ് കൊടുക്കുക. അതായത് സംരക്ഷിക്കാൻ ഇന്ന കൈകളുണ്ട് എന്നുള്ളൊരു ഉറപ്പ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഭരണഘടനയുടെ ദൗത്യമാണ്. അതായത് ഒരു കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഭരണഘടനയുടെ ദൗത്യമാണ്. അതുപോലെ തന്നെ അവരുടെ പൗരൻ, അതായത് തങ്ങളുടെ പൗരൻ, അതായത് ഇന്ത്യയിൽ നിൽക്കുന്ന ഇന്ത്യൻ പൗരന്മേൽ, അപ്പോൾ ഇന്ത്യൻ പൗരനിന്മേൽ ഈ ഗവൺമെന്റിന് ചുമത്താവുന്ന അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിന് കീഴിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉണ്ട്. അവർക്ക് എന്ത് വേണോ ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് മേൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് ഇന്ത്യയിലുള്ള പൗരനാണ് ഒരു ഭരണഘടനയിൽ അവർക്ക് മേൽ എന്ത് അവകാശവും ഉണ്ട് എന്നില്ല. അതായത് പൂർണ്ണമായുമുള്ള അവകാശങ്ങളില്ല, മറിച്ച് ആ അവകാശങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കുക. അതായത് ഇന്ന കാര്യങ്ങൾ ലംഘിച്ചാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനപ്പുറം അവർക്ക് മേൽ എല്ലാ അധികാരവും ഇല്ല. അപ്പോൾ ആ അധികാരത്തിനും എന്ത് നിശ്ചയിക്കണം, ആ ഒരു പരിധി നിശ്ചയിക്കണം. അപ്പോൾ ആ പരിധിയൊക്കെ നിശ്ചയിക്കുന്നത് എന്താണ്, ഈ പറയുന്ന ഭരണഘടനയാണ്.
പിന്നീട് ആ പരിധി എന്ത് ചെയ്യാനും പാടില്ല, ലംഘിക്കാനും പാടില്ല. അപ്പോൾ ആ ബൗണ്ടറീസുകൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അതൊക്കെ ചെയ്യുന്നത് എന്താണ്, ഭരണഘടനയുടെ ചുമതലകളായിട്ട് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ തീരുമാനമെടുക്കാനുള്ള ഒരു അധികാരം വ്യക്തമാക്കൽ, അതായത് ഒരു സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ, അത് ഭരണഘടനയുടെ ചുമതലയാണ്. എന്താണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഭരണം നടക്കണമെങ്കിൽ ആ ഭരണത്തിന്മേൽ ആർക്കൊക്കെ എന്തൊക്കെ ചുമതലകൾ എടുക്കാം. ഇപ്പോൾ അധികാരികളാണ്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള അധികാരികളാണ് ഭരണങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ അധികാരങ്ങളുണ്ട്, അവർ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവർക്ക് ഏതൊക്കെ ചുമതലകളാണുള്ളത്, അവരെങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് അവരെങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ അവരെന്തൊക്കെ ചുമതലകളാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓഫീസിലിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് എന്തൊക്കെ ആ ഓഫീസിൽ ചെയ്യാനുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് മേൽ ഒരു പരിധി നിശ്ചയിക്കുക, അല്ലെങ്കിൽ ആ ഒരു അധികാരം വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ ഒരു പവറിലിരിക്കുന്നു ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആ വ്യക്തിക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്, ആ അധികാരങ്ങൾ വ്യക്തമാക്കിയിരിക്കണം. അത് മെൻഷൻ ചെയ്യുന്നതൊക്കെ ഭരണഘടനയുടെ ചുമതലയിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഒരു സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുക. അവർക്ക് ഒരുപാട് അഭിലാഷങ്ങളുണ്ട് അല്ലെ, ഒരു സമൂഹത്തിൽ അവിടെ ആ സമൂഹം ഉൾപ്പെടുന്ന പൗരന്മാർക്ക് ഒരുപാട് അവകാശങ്ങളും ഒരുപാട് അഭിലാഷങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്, അവരുടെ നീഡ്സും അവരുടെ ഗോൾസും ഒക്കെ, സൊസൈറ്റിയുടെ ഗോൾസ് ഒക്കെ അല്ലെങ്കിൽ അവരുടെ ആസ്പിറേഷൻസും ഒക്കെ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഈ പറയുന്ന ഭരണഘടനയിൽ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളിനി അങ്ങോട്ട് പഠിക്കും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്, അതായത് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ. അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹമാണ് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത്. നമ്മൾ അത് പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇത്തരത്തിൽ ഒരു സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുക, അതും നീതിനിഷ്ഠമായിട്ട് സാക്ഷാത്കരിക്കുക, അതായത് നീതിനിഷ്ഠമായിട്ട് സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാവർക്കും അവകാശങ്ങൾ എന്ത് ചെയ്യപ്പെടുക, എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വിവേചനങ്ങളൊന്നും തന്നെ ഇല്ലാതെ, ഇപ്പോൾ എന്താണ്, പണത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ഒരു വിവേചനങ്ങളും ഇല്ലാതെ നീതിനിഷ്ഠമായിട്ട് ജനങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുക, അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതും ഈ പറയുന്ന ഭരണഘടനയുടെ ചുമതലകളിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ജനതയുടെ മൗലിക സ്വത്വം അത് ഡിഫൈൻ ചെയ്യുക, അതായത് ഫണ്ടമെന്റൽ ഐഡന്റിറ്റീസ് ഓഫ് പീപ്പിൾ, അതായത് ജനങ്ങളുടെ ഒരു ഐഡന്റിറ്റി എന്ത് ചെയ്യുക, നിശ്ചയിക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ മൗലിക സ്വത്വം അവരെന്താണ്, അവർക്ക് എന്തൊക്കെ ചുമതലകളാണുള്ളത്, അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, അതെങ്ങനെയൊക്കെ നടപ്പിലാക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു അവബോധം നൽകുക, അതും ഭരണഘടനയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷന്റെ ബാക്കി എങ്ങനെയാണ് ഒരു ഭരണഘടന ഉണ്ടായത്. അപ്പോൾ ആ ഭരണഘടന ഉണ്ടാവുന്നതിന് മുൻപ് ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭയാണ് ഉണ്ടായത്. അപ്പോൾ എങ്ങനെയാണ് ആ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് എന്നുള്ള ആ ഒരു വഴിയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് നിലവിൽ വന്നു. 1935 എന്ത് വന്നത്, ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ ഈ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട ഒന്നാണ് പ്രവിശ്യ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. ഈ ഒരു ആക്ട് പ്രകാരം ഒരു പ്രവിശ്യ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്ന ഒരു സഭ വന്നു. അപ്പോൾ ഈ പ്രവിശ്യ നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന, അപ്പോൾ ഒരു സഭ വന്നു, ആ സഭയിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കണം. ആ അംഗങ്ങളെ തെരഞ്ഞെടുത്തത് സാധാരണഗതിയിലുള്ള ഇപ്പോഴും നടക്കുന്നത് പോലെ, ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ നടക്കുന്നത് പോലെ വോട്ടെടുപ്പിലൂടെ ഒന്നും അല്ല ഈ പറയുന്ന പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലേക്ക് ജനങ്ങളെ തെരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ ഈ പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലേക്ക് ജനങ്ങളെ തെരഞ്ഞെടുക്കാൻ മീൻസ് അവരെ അംഗങ്ങളാക്കുന്നത് ഒരു പരോക്ഷമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് അംഗങ്ങളാക്കുന്നത്. ഇന്നത്തെ പോലത്തെ ഒരു തെരഞ്ഞെടുപ്പല്ല നടന്നിരുന്നത്, ഒരു പരോക്ഷമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്, ആക്ച്വലി പ്രവിശ്യ നിയമനിർമ്മാണ സഭ തന്നെയാണ് പിന്നീട് നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്നുള്ള ഒരു പേരിലോട്ടൊക്കെ മാറിയത്. അപ്പോൾ ഈ പറയുന്ന അംഗങ്ങളെ തെരഞ്ഞെടുത്തത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം അഥവാ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം എന്ന് പറയുന്ന ഒരു വോട്ട് സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം എന്ന് പറയുന്ന സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഈ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. അതായത് 1:10 lakh എന്നുള്ള രീതിയിലാണ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. അതായത് 10 ലക്ഷത്തിൽ ഒരാൾ എന്നുള്ള രീതിയിൽ അംഗങ്ങളെ തെരഞ്ഞെടുത്തു. അതായത് ജനസംഖ്യ അനുപാതത്തിലാണ് അംഗങ്ങളെ തെരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ അതിനകത്ത് മുസ്ലിംസ് ഉണ്ട്, സിഖ്, ജനറൽ കാറ്റഗറി എന്നിങ്ങനെ ഉള്ള മതവിഭാഗങ്ങളിൽ നിന്ന് പ്രതിനിധികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അപ്പോൾ മുസ്ലിംസ് ഉണ്ട്, സിഖുകാരുണ്ട്, അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് മതങ്ങളെ തിരിച്ചു. അപ്പോൾ മതത്തെ തിരിച്ചിട്ട് ഈ പ്രതിനിധികളെ എന്ത് ചെയ്തിട്ടുണ്ട്,
ആക്കിയിട്ടുണ്ട്, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഈ പറയുന്ന ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പെവിഷ്യ നിയമനിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളാകാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു കാറ്റഗറൈസേഷൻ നടത്തിയിട്ടുണ്ട്. മുസ്ലിംസ്, അതുപോലെ സിഖ്, ജനറൽ കാറ്റഗറി. ഇപ്പോൾ ജനറൽ കാറ്റഗറിയിൽ എല്ലാ മതവിഭാഗങ്ങളെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മതവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു, ഈ സഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ആളുകളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു 82% സീറ്റുകൾ എന്ന് പറയുന്നത് കൈവശപ്പെടുത്തിയിരുന്ന ഒരു കോൺഗ്രസിനായിരുന്നു. അന്ന് ഈ പറയുന്ന അസംബ്ലിയിൽ കൂടുതൽ മേധാവിത്വമുള്ളത് കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു. കാരണം ഇന്റർനാഷണൽ കോൺഗ്രസ്, അപ്പം അന്ന് കോൺഗ്രസ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ട് വരുന്ന പാർട്ടിയായിരുന്നു. അപ്പം 82% സീറ്റുകളും അല്ലെങ്കിൽ 82%ഓളം അംഗങ്ങളും ഈ പറയുന്ന കോൺഗ്രസിൽ നിന്നുള്ള അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ചോദിക്കുകയാണ്, രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസിനാണ് എന്ത് ചെയ്യുന്നത്, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗത്വം കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആധിപത്യം കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, ആ പ്രസ്താവന ശരിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അംഗങ്ങളെയാണ് എന്ത് ചെയ്തത്, പ്രതിനിധികളായിട്ട് തെരഞ്ഞെടുത്തത്. ഇത് കൂടാതെ തന്നെ നാട്ടുരാജ്യങ്ങളിൽ നിന്നും ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും ഒക്കെ ഉള്ള ഒരു പ്രതിനിധി സംഘങ്ങൾ ഈ പറയുന്ന ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് അംഗങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പം അംഗങ്ങളെ തെരഞ്ഞെടുത്തതിന് ശേഷമാണ് പിന്നീട് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ആലോചിക്കണം, നമ്മളിപ്പോൾ ഒരു സഭ രൂപീകരിച്ചു, അപ്പോൾ ആ രൂപീകരിക്കുന്നതിന് മുമ്പ് അതിനകത്ത് അംഗങ്ങളെ തെരഞ്ഞെടുത്തു, പിന്നീടാണ് അതൊരു സഭയായിട്ട് പ്രവർത്തനം ആരംഭിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഈ പറയുന്ന ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് ആദ്യം ഉണ്ടായിരുന്ന അംഗങ്ങൾ എന്ന് പറയുന്നത് 389 അംഗങ്ങളാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുമുള്ള അംഗങ്ങളുണ്ട്, നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുണ്ട്. കാരണം അന്ന് ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ അതിന് മുന്നേ ഉള്ള വർഷമാണ്. അപ്പോൾ ഇന്ത്യ നിലവിൽ സ്വതന്ത്രമായിട്ടില്ല. അപ്പോൾ സ്വതന്ത്രമാകാത്ത സാഹചര്യത്തിൽ അവിടെ ബ്രിട്ടീഷ് ഇന്ത്യയും അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങൾ ഭരിക്കുന്ന പ്രദേശങ്ങളും ഉണ്ട്. അപ്പോൾ ഈ 389 അംഗങ്ങളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള അംഗങ്ങൾ എന്ന് പറയുമ്പോൾ 296 അംഗങ്ങൾ എവിടെ നിന്നുള്ളതാണ്, ആ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള അംഗങ്ങളാണ്. അതേസമയം നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ എന്ന് പറയുമ്പോൾ 93 അംഗങ്ങൾ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ വന്ന അംഗങ്ങളാണ്. അപ്പോൾ 296 പേര് ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് വന്നു. നാട്ടുരാജ്യങ്ങളിൽ 93 പേരാണ് പ്രതിനിധികളായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് 389 പേരാണ് ടോട്ടൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് വന്ന അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാം, ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് 296 അംഗങ്ങളാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഗവർണറിനെ പ്രതിനിധീകരിച്ച്, അതായത് പല പല പ്രവിശ്യകളുണ്ട്. ചിലർ ഗവർണർ നിയന്ത്രിക്കുന്ന പ്രവിശ്യകളുണ്ട്, ചിലത് ചീഫ് കമ്മീഷണർ നിയന്ത്രിക്കുന്ന പ്രവിശ്യകളുണ്ട്. അപ്പോൾ ഈ 296 അംഗങ്ങളിൽ ഗവർണർ പ്രവിശ്യയിൽ നിന്ന് 292 അംഗങ്ങളും ചീഫ് കമ്മീഷണർ പ്രവിശ്യയിൽ നിന്ന് 4 അംഗങ്ങളുമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് വന്നത്. അങ്ങനെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത് 389 അംഗങ്ങളാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലുള്ള ആകെ അംഗങ്ങൾ അന്ന് അപ്പോൾ രൂപീകരിക്കുന്ന സമയത്തുള്ളത്. അതിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 296 അംഗങ്ങളും നാട്ടുരാജ്യത്തെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങളുമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് ഇന്ത്യ എന്താണ് ഇൻഡിപെൻഡന്റ് ആകുന്നതിന് മുൻപാണ്, അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപേ ഉള്ള സംഭവമാണ് നമ്മൾ ഈ പറഞ്ഞത്. പക്ഷേ സ്വാതന്ത്ര്യാനന്തരം എന്ത് ചെയ്തു, പാർട്ടീഷൻ നടന്നു, അല്ലെ, വിഭജനം നടന്നു. അപ്പം ആഫ്റ്റർ പാർട്ടീഷന് ശേഷം ഈ ഒരു എണ്ണത്തിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. കാരണം ഈ പറയുന്ന വിഭജനമൊക്കെ നടന്നപ്പോൾ കുറച്ച് പേര് അങ്ങോട്ട് പലായനം ചെയ്തൊക്കെ പോയി. അപ്പോൾ അങ്ങനെ പാകിസ്ഥാനിലും ഇന്ത്യയിലും ആയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റപ്പെടേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ മാറുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന എണ്ണത്തിൽ എന്തുണ്ട്, കാര്യമായ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വ്യത്യാസം കൂടി ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. ആഫ്റ്റർ പാർട്ടീഷൻ അല്ലെങ്കിൽ വിഭജനത്തിന് ശേഷം ഈ 389 അംഗങ്ങൾ എന്നുള്ളത് കുറഞ്ഞ് 299 അംഗങ്ങളായിട്ട് കുറഞ്ഞു. അപ്പം ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം അല്ലെങ്കിൽ സ്വതന്ത്രമായതിനു ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 299 ആണ്. അതിനകത്ത് ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുള്ള അംഗങ്ങൾ 229, നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുള്ളത് 70 അംഗങ്ങളുമായിരുന്നു ഈ പറയുന്ന ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഉള്ളത്. അതാണ് ലാസ്റ്റ് അംഗങ്ങളായിട്ട് വന്നത്, കാരണം ഇന്ത്യ വിഭജനം നടന്നതുകൊണ്ട്. ഇനി എങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെട്ടത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് രൂപപ്പെട്ടത്? അപ്പം നമ്മൾ നിലവിൽ കുറച്ച് അംഗങ്ങളെയൊക്കെ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോവുകയാണ്. അപ്പം അംഗങ്ങളെയൊക്കെ തെരഞ്ഞെടുത്ത് വെച്ചു. അപ്പോൾ 1946 മുതൽ നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 1946 ഡിസംബർ 6, അപ്പോൾ 6 നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. 1946 ഡിസംബർ 6. ഈ 1946 ഡിസംബർ 6 ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമാകുന്നത് 1946 ഡിസംബർ 6. അപ്പോൾ അന്ന് രൂപീകൃതമാകുന്നു.
ഇനി ഇതേപോലെ തന്നെ 1946 ഡിസംബർ 9-ന്, അതായത് 3 ദിവസം കഴിഞ്ഞ് ഡിസംബർ 9-ന് ആദ്യത്തെ മീറ്റിംഗ് ഡൽഹിയിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് 1946 ഡിസംബർ 9-ന് ഡൽഹിയിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന മീറ്റിംഗിൽ പങ്കെടുത്ത ഫസ്റ്റ് മീറ്റിംഗ് ആണ്. അപ്പോൾ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത അംഗങ്ങൾ എന്ന് പറയുന്നത് 207 അംഗങ്ങൾ മാത്രമേ ഒന്നാമത്തെ മീറ്റിംഗിൽ പങ്കെടുത്തുള്ളൂ. അതായത് 389 അംഗങ്ങളെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ 207 മെമ്പേഴ്സാണ് ആദ്യത്തെ മീറ്റിംഗിൽ എന്ത് ചെയ്തത്, പങ്കെടുത്തത്. അപ്പോൾ മീറ്റിംഗിൽ പങ്കെടുത്ത വനിതകൾ എന്ന് പറയുമ്പോൾ 9 വനിതകളാണ് 1946 ഡിസംബർ 9-ലെ മീറ്റിംഗിൽ പങ്കെടുത്ത വനിതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ മീറ്റിംഗിൽ സംസാരിച്ച വ്യക്തി എന്ന് പറയുന്നത് JB കൃപലാനിയാണ്. അപ്പോൾ ഫസ്റ്റ് സ്പീക്കർ എന്ന് പറയുന്നത് JB കൃപലാനിയാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അല്ലെങ്കിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആദ്യമായിട്ട് സംസാരിച്ചത് JB കൃപലാനിയാണ്. ഇനി അന്നത്തെ ഒരു താൽക്കാലിക അധ്യക്ഷനെ തിരഞ്ഞെടുത്തു. 1946 ഡിസംബർ 9-ലെ ഫസ്റ്റ് മീറ്റിംഗിൽ ഒരു താൽക്കാലിക അധ്യക്ഷനെ തിരഞ്ഞെടുത്തു. ആ താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പോൾ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഒരു താൽക്കാലിക അധ്യക്ഷനായിട്ട് എന്ത് ചെയ്തു, അന്നത്തെ മീറ്റിംഗിൽ തിരഞ്ഞെടുത്തു. ഇനി അതിനുശേഷം 11 അതായത് ഡിസംബർ 11-ന് 9 കഴിഞ്ഞു 2 ദിവസം കഴിഞ്ഞ് ഡിസംബർ 11-ന് വീണ്ടും മീറ്റിംഗ് കൂടി. അതായത് 1946 ഡിസംബർ 11-ന് എഗെയിൻ ഒരു മീറ്റിംഗ് കൂടി. അന്ന് സ്ഥിരം അധ്യക്ഷനെ എന്ത് ചെയ്തു, തെരഞ്ഞെടുത്തു. അപ്പോൾ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു താൽക്കാലിക അധ്യക്ഷൻ, അത് മാറി സ്ഥിരം അധ്യക്ഷനെ തെരഞ്ഞെടുത്തു. സ്ഥിരം അധ്യക്ഷൻ അല്ലെങ്കിൽ സ്ഥിരം പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ എന്ത് ചെയ്തു, ആ സ്ഥിരം അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തു. അന്ന് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് HV മുഖർജിയും സെക്രട്ടറി ആയിട്ട് HVR അയ്യങ്കാറിനെയും തെരഞ്ഞെടുത്തു. അതുപോലെ നിയമ ഉപദേഷ്ടാവായിട്ട് B നരേന്ദ്ര റാവുവിനെയും തെരഞ്ഞെടുത്തു. അപ്പോൾ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, വൈസ് പ്രസിഡന്റായിട്ട് HV മുഖർജി, സെക്രട്ടറി ആയിട്ട് HVR അയ്യങ്കാർ, നിയമ ഉപദേഷ്ടാവായിട്ട് B നാഗേന്ദ്ര റാവു. ഇത്രയും പേരെ 1946 ഡിസംബർ 11-ലെ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുത്തു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു 389 അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ആദ്യം ഉണ്ടായിരുന്ന അംഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് പാർട്ടീഷന് മുൻപേ 389 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇനി അതിനകത്തുള്ള മലയാളി പ്രതിനിധികളെ പറ്റി നമ്മളൊന്ന് നോക്കാൻ പോവാണ്. ഈ 389 അംഗങ്ങളിൽ 17 അല്ലെങ്കിൽ 15, ചില ബുക്സിൽ 17 എഴുതിയിട്ടുണ്ട്, ചിലതിൽ 15 ഉണ്ട്. അപ്പോൾ 17 അല്ലെങ്കിൽ 15 വനിതാ പ്രതിനിധികളായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 389-ൽ 17 മുതൽ അല്ലെങ്കിൽ 15 വനിതാ അംഗങ്ങളാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ മലയാളികൾ എത്ര പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17 മലയാളികളാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 17 മലയാളികൾ. ഈ 17 മലയാളികളിൽ 3 പേർ എന്താണ്, മലയാളി വനിതകളാണ്. ഓക്കെ, ബാക്കി എത്ര പേരുണ്ട്, 14 പേരുണ്ട്. അപ്പോൾ 14 പുരുഷന്മാരാണ്, മലയാളികളായിട്ടുള്ള പുരുഷന്മാരാണ് 14 പേരെന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലുള്ള വനിതാ മലയാളി അംഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പേരാണ് അല്ലെ. 389 അംഗങ്ങളിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പ്രതിനിധികൾ എന്ന് പറയുന്നത്, മലയാളി വനിതാ പ്രതിനിധികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പേര്, പുരുഷ പ്രതിനിധികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 പേരുമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി 3 മലയാളികൾ ആരൊക്കെയാണ്, മലയാളി വനിതകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. അപ്പോൾ ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. അപ്പോൾ അന്ന് ഓരോ പ്രൊവിൻസുകളും ഓരോ മേഖലകളും ഒക്കെ ആയിട്ടായിരുന്നു തരംതിരിച്ചിരുന്നത്. ഇന്നത്തെ പോലെ ജില്ലകളും സംസ്ഥാനങ്ങളും ഒന്നും ആയിരുന്നില്ല. അപ്പോൾ അന്ന് തിരുവിതാംകൂറിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ആനി മസ്ക്രിനും മദ്രാസ് പ്രവിശ്യയെ റെപ്രസെന്റ് ചെയ്ത് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനുമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആനി മസ്ക്രിൻ തിരുവിതാംകൂർ പ്രൊവിൻസിനെയും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസ് പ്രൊവിൻസിനെയും റെപ്രസെന്റ് ചെയ്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് പോയത്. ഇനി മലയാളി പ്രതിനിധികളായിട്ടുള്ള പുരുഷന്മാരുണ്ട്. അപ്പോൾ അത് 14 പേരാണ്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു 6-7 പേര് 6-7 പേരുടെ പേരുകൾ നമ്മളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. അതിന് കാരണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പ്രൊവിൻസിനെ മുൻനിർത്തി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ പോയ ഒരു 6-7 പേരെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു വെച്ചിരിക്കാം. അപ്പോൾ അതിനകത്ത് തിരുവിതാംകൂറിനെ റെപ്രസെന്റ് ചെയ്ത്, അതായത് തിരുവിതാംകൂർ പ്രൊവിൻസിനെ റെപ്രസെന്റ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് വന്നത് 5 പേരാണ്. ഏതൊക്കെയാണ്, പട്ടൻ താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, KN മുഹമ്മദ്, PT ചാക്കോ. അപ്പോൾ ഇത് നമുക്കൊരു കോഡിലൂടെ ഓർത്ത് വെക്കാം. ഇങ്ങനെയാണ് കോഡ്. തിരുവിതാംകൂറിൽ പട്ടം പറത്തി ആര്, R ശങ്കർ നടന്ന് മുഹമ്മദിന്റെ ചായപീടികയിൽ ചെന്നു, അല്ലെങ്കിൽ മുഹമ്മദിന്റെ പീടികയിൽ ചെന്നു എന്നുള്ളത് ഓർത്തു വെച്ചിരുന്നാൽ മതി. ചായപീടികയിൽ ചെന്നു.
അപ്പോൾ ഇതെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? തിരുവിതാംകൂറിൽ പട്ടം പറത്തിയ, അപ്പോൾ തിരുവിതാംകൂറിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. പട്ടം പറത്തിയ മീൻസ് എന്താണ്? പട്ടം താണുപിള്ള. അപ്പോൾ ഒന്നാമത്തെ മെമ്പർ ആരാണ് തിരുവിതാംകൂറിൽ പ്രൊവിൻസിൽ നിന്ന് പോയത്? പട്ടം താണുപിള്ള. പട്ടം പറത്തിയ ശങ്കർ എന്ന് പറയുമ്പോൾ ആരാണ്? ആർ ശങ്കർ. അപ്പോൾ ആർ ശങ്കർ എന്ത് ചെയ്തു? നടന്ന് മീൻസ് നടരാജപിള്ള, PS നടരാജപിള്ള. നടന്ന് മുഹമ്മദിന്റെ എന്ന് പറയുമ്പോൾ KN മുഹമ്മദ്. മുഹമ്മദിന്റെ ചായപ്പീടികയിൽ ചെന്നു എന്ന് പറയുമ്പോൾ PT ചാക്കോ, അതായത് പീടിക മീൻസ് PT ചാക്കോ, ചായപ്പീടികയല്ലേ അപ്പം ചാക്കോ, PT ചാക്കോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് തിരുവിതാംകൂർ പ്രൊവിൻസിനെ മുൻനിർത്തി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് പോയ പുരുഷ അംഗങ്ങളെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി കൊച്ചി പ്രൊവിൻസിനെ മുൻനിർത്തി പനമ്പള്ളി ഗോവിന്ദമേനോനും യുണൈറ്റഡ് പ്രൊവിൻസിനെ മുൻനിർത്തി ഡോക്ടർ ജോൺ മത്തായിയുമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് വന്ന അംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ പനമ്പള്ളി ഗോവിന്ദമേനോനും അതുപോലെ തന്നെ ജോൺ മത്തായി എന്ന് പറയുന്നതും നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ അവിടുത്തെ ഗതാഗത മേഖല എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം, ഈ പനമ്പള്ളി ഗോവിന്ദമേനോന്റെ പേരും ജോൺ മത്തായിയുടെ പേരും അവിടെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് അവിടെ നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ പനമ്പള്ളി ഗോവിന്ദമേനോൻ കൊച്ചി പ്രൊവിൻസിനെ മുൻനിർത്തിയും ഡോക്ടർ ജോൺ മത്തായി യുണൈറ്റഡ് പ്രൊവിൻസിനെ മുൻനിർത്തിയും ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ പോയ മലയാളി പുരുഷ അംഗങ്ങളാണ്. അപ്പോൾ ഇത്രയും പേരാണ് അംഗങ്ങളുടെ കേസ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ അംഗങ്ങളെയൊക്കെ തെരഞ്ഞെടുത്തു. ഫസ്റ്റ് മീറ്റിംഗ് നടന്നു. സ്ഥിരം അധ്യക്ഷനെ തെരഞ്ഞെടുത്തു. ഇനി 1946 ഡിസംബർ 13, അതായത് വീണ്ടും 2 ദിവസം കഴിഞ്ഞു. 11, 13 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഡിസംബർ 13 നെഹ്റു എന്ത് ചെയ്തു? ലക്ഷ്യപ്രമേയം എന്ന് പറയുന്ന ഒരു പ്രമേയം അവതരിപ്പിച്ചു. 1946 ഡിസംബർ 13 ഭരണഘടനാ നിയമനിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യപ്രമേയം നെഹ്റു എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. 1947 ആയപ്പോൾ 1947 ജനുവരി 22, അപ്പോൾ 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ത് ചെയ്തു? പാസ്സായി. അപ്പോൾ 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം പാസ്സാവുകയാണ് ചെയ്തത്. ഇനി 1947 ഓഗസ്റ്റ് 14, അപ്പോൾ നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 എന്ത് ചെയ്തു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. അപ്പോൾ അതിന് തൊട്ട് തലേ ദിവസം എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ ദിവസം, അപ്പോൾ 1947 ഓഗസ്റ്റ് 14. അപ്പോൾ ഓഗസ്റ്റ് 14 നമുക്കറിയാം 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ത്യ വിഭജനവും നടക്കുകയാണ്. അതായത് ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാനും ഇന്ത്യ എന്നൊക്കെ ഉള്ളൊരു വിഭജനം നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ വിഭജനത്തിന് മുന്നേ ഉള്ള അവസാനത്തെ മീറ്റിംഗ്, അല്ലെങ്കിൽ വിഭജനത്തിന് മുന്നേ ഉള്ള ഒരു മീറ്റിംഗ് ആണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ അവസാനത്തെ മീറ്റിംഗ് ആണ് 1947 ഓഗസ്റ്റ് 14 നടന്നത്. അതായത് ഇന്ത്യ വിഭജനത്തെ തുടർന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തെന്നി മാറുന്ന ആ സമയത്തെ അവസാനത്തെ മീറ്റിംഗ് ആണ്. അങ്ങനെ മാറാതിരിക്കുന്ന സമയത്തെ അവസാനത്തെ മീറ്റിംഗ് ആണ് 1947 ഓഗസ്റ്റ് 14 നടക്കുന്നത്. ഓക്കെ. ഇനി 1947 ഓഗസ്റ്റ് 15 എത്തുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഈ അന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്നായിരുന്നു പേര്, അല്ലെങ്കിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടി ഈ പറയുന്ന ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് മാറുന്നു. ഇനി 1947 നവംബർ 17, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാത്രമല്ല ആ ഡേയിൽ പറയുന്ന കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. 1947 നവംബർ 17, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഒരു വർഷമാണ്. അപ്പം ഈ വർഷം, അതായത് ഈ ഒരു സമയത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന സമ്മേളനം നടന്നതാണ് നവംബർ 17. 1947 നവംബർ 17 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് കൂടിയത് നവംബർ 17. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ട് സമ്മേളിക്കുന്നത് നവംബർ 17. അപ്പൊ അന്നത്തെ പ്രസിഡന്റ് നമുക്കറിയാം ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. പക്ഷേ അന്ന് സംസാരിച്ചത് GV മാവലങ്കാർ ആണ്. അപ്പൊ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഒന്നാമത്തത്, ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ സ്പീക്കർ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ സംസാരിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് JB കൃപലാനിയാണ്. നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ സ്വാതന്ത്ര്യാനന്തരം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ആദ്യമായിട്ട് സംസാരിച്ച ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് JB കൃപലാനി അല്ല. കാരണം JB കൃപലാനി സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപെയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ സംസാരിച്ചത്. സ്വാതന്ത്ര്യാനന്തരം സംസാരിച്ചത് ആരാണ്? ഫസ്റ്റ് വ്യക്തി എന്ന് പറയുന്നത് GV മാവലങ്കാർ ആണ്. അപ്പോൾ GV മാവലങ്കാർ ആണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ സംസാരിച്ച ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത്. 1947 നവംബർ 17 ആ മീറ്റിംഗ് നടന്നത്. ഓക്കെ. അത് കഴിഞ്ഞ് 1948 ഫെബ്രുവരി 28. അപ്പോൾ 1948 ഫെബ്രുവരി 28 പൊതുജന അഭിപ്രായത്തോടു കൂടി ഒരു കരട് ഡ്രാഫ്റ്റ് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയാണ്. അതായത് ഇങ്ങനെയൊക്കെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളൊരു കരട് പത്രത്തിലൂടെ എന്ത് ചെയ്യാണ്? പ്രസിദ്ധീകരിക്കുകയാണ്. കാരണം ജനങ്ങൾ കാണണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി.
ഇനി 1948 നവംബർ 4-ന് ഭരണഘടനയുടെ അന്തിമ കരട് എന്ത് ചെയ്യാണ് ഉണ്ടാക്കുകയാണ്. അപ്പൊ അന്തിമ കരട് ഉണ്ടാക്കി അത് ആർക്ക് സമർപ്പിക്കുകയാണ്? ഡോക്ടർ ബി ആർ അംബേദ്കറിന് സമർപ്പിക്കുകയാണ്. സ്ഥിരം അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറിന് സ്ഥിര അധ്യക്ഷനായിട്ടുള്ളതല്ല, ഡോക്ടർ ബി ആർ അംബേദ്കറിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആര്? സ്ഥിരം അധ്യക്ഷനായിട്ടുള്ള രാജേന്ദ്ര പ്രസാദ് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. 1948 നവംബർ 4-നാണ് ഭരണഘടനയുടെ അന്തിമ കരട് അംബേദ്കറിന് സമർപ്പിക്കുന്നത്. ഇനി 1949, അതായത് 48 കഴിഞ്ഞ് 1949 നവംബർ 26, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. അത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഇന്ത്യയുടെ പ്രിയാമ്പിളിൽ, അതായത് ഇന്ത്യയുടെ ആമുഖത്തിലും ഒക്കെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരേ ഒരു വർഷവും ഡേറ്റുമാണ് 1949 നവംബർ 26. അപ്പോൾ ഈ 1949 നവംബർ 26-ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭരണഘടന അംഗീകരിക്കുന്ന വർഷമാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ അല്ലെങ്കിൽ ലോ ഡേ എന്നൊക്കെ അറിയപ്പെടുന്ന നമുക്കൊരു ഭരണഘടന അംഗീകരിക്കുന്ന, ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന ദിവസമാണ് 1949 നവംബർ 26. അതുകൊണ്ട് തന്നെ നവംബർ 26-നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ, അതുപോലെ ലോ ഡേ എന്നിങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ പാസ്സാക്കപ്പെട്ടതൊക്കെ ഈ പറയുന്ന ഡേറ്റിലാണ്, 1949 നവംബർ 26-നാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് 1950 ജനുവരി 24, അതായത് 1950 ജനുവരി 26-നാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് നമുക്കറിയാം. അപ്പോൾ അതിന് 2 ദിവസം മുൻപേ, അതായത് 1950 ജനുവരി 24. അപ്പോൾ 1950 ജനുവരി 24-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ അവസാനത്തെ മീറ്റിംഗ് നടക്കുന്നത്. ലാസ്റ്റ് മീറ്റിംഗ്. ആ ലാസ്റ്റ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് 284 പേര് ഈ പറയുന്ന ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഒപ്പുവെക്കുന്നുണ്ട്. അവസാനത്തെ മീറ്റിംഗ് ആണ് 1950 ജനുവരി 24-ന് നടക്കുന്നത്. ഇനി അത് നടന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് 1950 ജനുവരി 26-ന് എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയാണ് ചെയ്യുന്നത്. 1950 ജനുവരി 26-ന് ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നിലവിൽ വരുന്നുണ്ട്. അതാണ് ജനുവരി 26-ന് നമ്മൾ ഈ പറയുന്ന റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജനുവരി 26-ആണ്. അപ്പോൾ നമ്മുടെ ഒരു ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന ഡേറ്റ് ആണ് നമ്മൾ ഈ റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2 വർഷം 11 മാസം, ചില പുസ്തകങ്ങളിൽ 18 ഓർ 17 ദിവസം, അത് 18 ആവാം 17 ആകാം, ഏതാണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ 2 വർഷം 11 മാസം 17 ഓർ 18 ദിവസം എടുത്തു നമ്മുടെ ഭരണഘടന എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കി എടുക്കാനായിട്ട്. അതായത് ഭരണഘടന തയ്യാറാക്കാനായിട്ട് എടുത്ത സമയം ചോദിച്ചു കഴിഞ്ഞാൽ 2 വർഷം 11 മാസം 17 ദിവസം അല്ലെങ്കിൽ 18 ദിവസം എന്നും ചിലതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ദിവസം എടുത്ത് ഏകദേശം 11ഓളം സമ്മേളനങ്ങൾ നടത്തി, 166 അല്ലെങ്കിൽ 165ഓളം ദിവസങ്ങൾ സമ്മേളനം നടന്ന് 64 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി ആണ് നമ്മുടെ ഈ ഭരണഘടന ഇന്നത്തെ പോലെ എന്ത് ചെയ്തത്? തയ്യാറാക്കി എടുത്തത്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആമുഖം ഉണ്ടായിരുന്നു, പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ 395 ആർട്ടിക്കിളുകൾ ഉണ്ടായിരുന്നു. 8 പട്ടികകളും 22 ഭാഗങ്ങളുമായിട്ടായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭ നിലവിൽ വരുന്നത്. ഇപ്പോൾ അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഭരണഘടനയുടെ കവർ പേജ് അല്ലെങ്കിൽ ലേഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ്. അതിന്റെ കയ്യെഴുത്തു പ്രതി, ഇംഗ്ലീഷിൽ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റീസാദയാണ് കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത്. എന്നാൽ അത് ഹിന്ദി കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത്, മറ്റത് ഇംഗ്ലീഷ് കയ്യെഴുത്തു പ്രതിയായിരുന്നു. ഹിന്ദി കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് വസന്തകൃഷ്ണ വൈദ്യയാണ് ഹിന്ദി കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത്. നമ്മൾ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ, നല്ല നല്ല ആശയങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കടം കൊണ്ടിട്ടുണ്ട്. അവിടെ നിന്നുള്ള ആശയങ്ങളും കൂടി കടം കൊണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്ന് കാണുന്നത് പോലെ രൂപീകൃതമായിട്ടുള്ളത്. ഏകദേശം 10 രാജ്യങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊണ്ടിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു വാക്കുകൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. വിചിന്തന തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് ഡെലിബറേറ്റ്. എന്താണ് വിചിന്തന തത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കുന്നു. അതിനകത്ത് കുറച്ച് അംഗങ്ങളുണ്ട്. ഈ അംഗങ്ങൾക്ക് ഓരോ ആശയങ്ങൾ ആ ഒരു നിർമ്മാണ സഭയിലേക്ക് വരും. അപ്പോൾ അതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാകും. അപ്പോൾ ചില ആശയങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്തായാലും അതിൽ 2 അഭിപ്രായങ്ങൾ കാണും. ഒന്ന് അതിനെ അനുകൂലിക്കുന്നവരും കാണും, ഒന്ന് പ്രതികൂലിക്കുന്നവരും കാണും. കാരണം സ്വാഭാവികമായിട്ട് ഇത്രയും അംഗങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ ഏത് അഭിപ്രായങ്ങൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ വന്നാലും അതിനകത്ത് വാദപ്രതിവാദങ്ങൾ നടക്കാറുണ്ട്. അതായത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? അവരുടെ ഒപ്പീനിയൻസുകൾ പറയാറുണ്ട്. എന്നാൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഒരു വാദപ്രതിവാദങ്ങളും കൂടാതെ അല്ലെങ്കിൽ ഒരു ഭിന്ന അഭിപ്രായങ്ങളും കൂടാതെ എല്ലാവരും ഒരുമിച്ച് അംഗീകരിച്ച ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പാസ്സാക്കിയ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സാർവത്രിക വോട്ടവകാശം എന്നുള്ളതാണ്.
അതല്ലെങ്കിൽ പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്ന ഒരു ആശയം മാത്രമാണ് എല്ലാവരും കൂടി അംഗീകരിച്ച ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് വിചിന്തന തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് ഡെലിബറേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന നിലവിൽ വന്ന ആ ഒരു നാൾ വഴി നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൽ തന്നെ നടപടിക്രമങ്ങൾക്ക് മായിട്ട് ബന്ധപ്പെട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീസുകളുണ്ട്. അതായത് വിവിധ തരത്തിലുള്ള കമ്മിറ്റീസുകളുണ്ട്. അതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പോലുള്ള കമ്മിറ്റികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള